ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല ചൂടുള്ള ചായക്കൊപ്പം കറുമുറയെ കുറിച്ചിരിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു കപ്പ് അരിപ്പൊടിയും നമ്മുടെ വീടുകളിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള 2-3 ചേരുവകളും മാത്രം മതി ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ സവാള 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. സവാളക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടി എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം അളന്നെടുത്ത അതേ കപ്പിൽ തന്നെയാണ് 1 കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ചൂട് ചെറുതായിട്ടൊന്ന് പോയതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ചെറിയ ചൂടിൽ വേണം ഇതിങ്ങനെ കുഴച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള ഡോ ആയിട്ടൊന്നും കുഴച്ചെടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. ഞാനിവിടെ 1 മുട്ട ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, മുട്ട മാത്രം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇനി മുട്ട ഇതുപോലെ കുറച്ച് ചേർത്തിട്ട് നമുക്ക് ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സ്മൂത്താക്കിയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. മുട്ട ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിപ്പൊടിയാണല്ലോ, അപ്പോൾ നമുക്ക് പകുതി മുട്ട മതിയാകും. ഇനിയിപ്പോൾ 2 കപ്പ് അരിപ്പൊടിയൊക്കെ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ 1 മുട്ട മുഴുവനായിട്ട് എടുക്കാം. ഇതിപ്പോൾ നോക്കിയിട്ട് മാത്രം കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഞാൻ മുട്ടയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല സ്മൂത്ത് ഡോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാൻ ഇതിൽ നിന്ന് ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് റോൾ ചെയ്ത ശേഷം ഇതിൽ നിന്ന് കുറച്ചായി നുള്ളി എടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നതേ ഉള്ളൂ. ഇനി അതല്ല, ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ എടുത്ത ശേഷം നീളത്തിലിങ്ങനെ കട്ട് ചെയ്ത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പാക്കി എടുക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ കണ്ടല്ലോ, ഇങ്ങനെ ആകുമ്പം കാണാനൊരു വെറൈറ്റി ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാവുന്നതാണ്. ഇത്ര നീളത്തിൽ വേണ്ടാന്നാണെങ്കിൽ ചെറിയ ഉരുളി എടുത്തിട്ട് ചെയ്താൽ മതി. ഇതുപോലെ കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പലകയിൽ വെച്ചിട്ടോ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് എടുത്താൽ മതി. അതിനുശേഷം സിസേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇനി അതല്ലാന്നാണെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് ചെറിയ റിങ് ആക്കിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. ഞാനിപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അറ്റം ജസ്റ്റ് ഒന്നിങ്ങനെ യോജിപ്പിച്ച് കൊടുത്താൽ മതി. എല്ലാം ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് എണ്ണ ഇവിടെ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും. ഇതിങ്ങനെ ഫ്രൈ ആവുന്ന സമയത്ത് അല്പം വലുതാകും. അപ്പോൾ അതുകൊണ്ട് കുറച്ചായി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല മുരുമുരാന്നാണ് ഇരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കേട്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം അതേ എണ്ണയിലോട്ട് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് നമ്മുടെ സ്നാക്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്നാക്കിന് ഒരു പ്രത്യേക രുചിയും മണവും കിട്ടുന്നതായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ 1 കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്. 2 കപ്പ് അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഒരുപാടുണ്ടാവും. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതുപോലെ കറിവേപ്പില ഫ്രൈ ചെയ്തിട്ടൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല രുചിയും മണമായിരിക്കും, അടിപൊളി ടേസ്റ്റും ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ചൂട് ചായക്കൊപ്പം ഇതിങ്ങനെ കടിച്ച് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇതുപോലത്തെ സ്നാക്ക് വാങ്ങിക്കാനായിട്ട് ഇനി ആരും ബേക്കറിയിലൊന്നും പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുട്ട ചേർക്കുന്നത് ഇഷ്ടമല്ല എന്നാണെങ്കിൽ മുട്ട ചേർക്കേണ്ട. പകരം നമ്മൾ 1.25 കപ്പ് വെള്ളം എടുക്കണം. 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളത്തിൻ്റെ അളവിൽ എടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടോളൂ. അങ്ങനെയാകുമ്പം ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.